ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എമിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് 2 ഐറ്റംസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ പാരൻസിന് പറ്റിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളുള്ള വീടുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള 2 ഐറ്റംസ് ആണ്. അധികം ചിലവൊന്നുമില്ല, പക്ഷേ ഈ ഒരു സംഗതി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല ഈസി ആവും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സാധനങ്ങളെക്കുറിച്ച് അറിയുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഒരു ഫ്രൂട്ട് നിബ്ലറാണ്, എൻ്റെ രണ്ടാമത് ഒരു ബേബി ബിബാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞു തരാം. കയ്യിലുള്ളത് ഒരു ഫ്രൂട്ട് നിബ്ലറാണ്, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഫീഡറാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നത്, ഇതിനൊരു മൂടിയുണ്ട്, ക്യാപ്പ് വരുന്നുണ്ട്. ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ സംഗതി ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോളിപ്രോപ്പിലിൻ മെറ്റീരിയലാണ്. ഇത് BPA ഫ്രീ ആണ്, അതായത് ബേബി ഫ്രണ്ട്ലി ആണ്, ബേബി സേഫ് ആണ്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. പിന്നെ ഇത് വരുന്നത് സിലിക്കോൺ ആണ്. അപ്പോൾ ഇതാണ് കുട്ടികളുടെ വായിലേക്ക് പോകുന്ന ഭാഗം. അപ്പോൾ ഈ സിലിക്കോൺ പിള്ളേരെ സംബന്ധിച്ച് വളരെ സേഫായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതിൽ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ടും ആദ്യമായിട്ട് ഇപ്പോൾ ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുമ്പോൾ നമ്മൾ കോരി കൊടുക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അവർ കയ്യിലൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ നമുക്കറിയാം അത് എല്ലായിടത്തും വെച്ച് തിരിച്ച് നല്ല വൃത്തികേടാക്കുന്നത് മാത്രമല്ല, അവർ ചിലപ്പോൾ വായിൽ അവർക്ക് കഴിക്കാൻ അധികം കിട്ടണമെന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് ഇതുപോലുള്ള ഒരു ഫ്രൂട്ട് നിബ്ലർ വാങ്ങിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കലാണ്. ഇതിന് അധികം പൈസയൊന്നും വരുന്നില്ല. ഒരു 200 രൂപയുടെ താഴെ കണ്ടിട്ട് ഇതിന് വരുന്നുള്ളൂ. അതും പല ബ്രാൻഡിൻ്റെ ഉണ്ട്, പല കളേഴ്സിലുണ്ട്. ഇപ്പോൾ എൻ്റെ മഞ്ഞയും ഓറഞ്ചാണ്, പക്ഷെ പല കളേഴ്സിലുണ്ട്, പല മോഡൽസിലുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രൂട്ട്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലിട്ട് കൊടുത്തിട്ട് നമ്മളിത് ലോക്ക് ചെയ്ത് വയ്ക്കും. ലോക്ക് ചെയ്യുമ്പോൾ ഈ ലോക്കിങ് വളരെ എന്താ പറയുക, നല്ല ഉറപ്പുള്ളതാണ് കേട്ടോ. അതായത് കുട്ടികൾക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പേടിക്കേണ്ട, ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഫ്രൂട്ട്സിന് കുരുവൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്നും ഇതിൽ കൂടെ വരില്ല. കാരണം ഇതിൻ്റെ സുഷിരങ്ങൾ എന്ന് പറയുന്നത് നല്ല ചെറിയ സുഷിരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് മാത്രമേ കുട്ടികൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി സാധനങ്ങളൊന്നും വരില്ല. അപ്പോൾ അത് വളരെ സേഫാണ് കുട്ടികളെ സംബന്ധിച്ച്. നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫാണ്. അതും നമ്മളെപ്പോഴും ഇരുന്നിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു കളിപ്പാട്ടം പോലെ തന്നെ തോന്നും. ഇത്രയും നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ അവർ തന്നെ അത് എടുത്തിട്ട് അവർ തന്നെ കഴിച്ചോളും. അപ്പോൾ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. ഇതിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ മാതളനാരങ്ങയൊക്കെ ആകുമ്പോൾ അതിൽ കുരുക്കൾ പുറത്ത് വരില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നോളും. അപ്പോൾ ജ്യൂസ് അവർക്ക് കിട്ടുകയും ചെയ്യും, അവർ ചെറുതായിട്ടൊന്ന് കടിക്കുകയും ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഓറഞ്ച്, മുന്തിരി, അങ്ങനെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വെജിറ്റബിൾസും ഇതിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇവൻ പറയുന്നത് നിങ്ങൾക്ക് ഫിഷും മീറ്റും അടക്കം ഇതിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവരത് ഇങ്ങനെ ചപ്പയിരിക്കുമ്പോൾ അവർക്ക് ആ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഓരോ ടേസ്റ്റുകൾ പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനായിട്ട് ഏറ്റവും നല്ല ഒരു ടെക്നിക്കാണ് ഇത്. പിന്നെ ഇത് വാഷ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വാഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സ്റ്റെറൈൽ ചെയ്ത് ഉപയോഗിക്കാം. അതായത് നമുക്ക് ചൂടുവെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് ഇത് സ്റ്റെറൈൽ ചെയ്യാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് വാട്ടറിൽ നല്ല ചൂടുള്ള സോപ്പ് വാട്ടറിൽ കഴുകി എടുക്കുകയും ചെയ്യാം. ഏതായാലും വിഷയമില്ല. എന്തായാലും ഇത് നല്ല ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം, ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇത് ഊരിയെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇത് ഊരിയെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാനൊക്കെ പറ്റും. വേറെ ഒന്നും പേടിക്കേണ്ട. പിന്നെ ഞാൻ നമുക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ചിലപ്പോൾ കുട്ടികൾ ഇത് എടുത്തിട്ട് ഫ്രൂട്ട്സൊക്കെ അവർ കഴിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പകുതി കഴിച്ചിട്ടും ഒക്കെ നിലത്തിങ്ങനെ വെച്ച് പോകുമല്ലോ. അപ്പോൾ നിലത്ത് തട്ടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ആ സമയത്ത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഈ ഒരു നിപ്പിളുണ്ടല്ലോ, ഇത് ഈ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞാലും ഈ ഒരു നിപ്പിളിൻ്റെ ഭാഗം നിലത്ത് തട്ടില്ല. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു സംഗതി. പക്ഷെ നേരെ തിരിച്ചിപ്പോൾ നിപ്പിള്
ഇങ്ങനെയാണ് ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെക്കുന്ന വഴിക്ക് തന്നെ ആ ഒരു ഈ ഒരു ഭാഗം നിലത്ത് തട്ടും. അത് അത്ര ഹൈജീനിക് ആവില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇതിനൊരു ക്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അവർ ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ക്യാപ്പ് ചെയ്ത് സീൽ ചെയ്ത് വെക്കും. ഇതൊരു ഫ്രൂട്ട് ഫീഡർ എന്ന് മാത്രം കരുതരുത്, ഇതൊരു ബേബി ടീത്തർ കൂടിയാണ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് പല്ലൊക്കെ വരുന്ന പ്രായമാണല്ലേ, ഇങ്ങനെ 6 months തൊട്ട് 1 year വരെയൊക്കെ അവർക്ക് പല്ല് വരുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു കടിക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ടീത്തേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് ടീച്ചറായിട്ട് കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ സിലിക്കോൺ ഭാഗം തന്നെയാണ് അവർക്കൊരു ടീത്തിങ്ങിനുള്ള അവർക്കൊരു ഓറൽ സ്റ്റിമുലേഷനും നല്ലതാണ്, അവരുടെ ഗംസിനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സമയം നമുക്ക് 2 പർപ്പസ് നടക്കുന്ന, അതായത് ടീച്ചറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഫ്രൂട്ട് ഫീഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ഇത്രയും ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ട്രാവലിനൊക്കെ പോകുമ്പോൾ നല്ല ഈസി ആയിട്ട് കൊണ്ടുപോകാം, ഫ്രൂട്ട്സ് ഇട്ട് കൊണ്ടുപോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു കാര്യം കൂടെ കേട്ടോ, അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അപ്പോൾ ഒരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ്ലി ഇത് കൊടുക്കുക. അപ്പോൾ അവരതുമായിട്ട് ഒരു സെറ്റ് ആയിക്കോളും. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ബേബി ബിബാണ് കേട്ടോ. ബേബി ബിബ് എന്ന് പറയുമ്പോൾ ഇതാണ് സംഗതി. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ അവരുടെ മേത്ത് പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ഡ്രസ്സ് അങ്ങനെ പറയും വേണ്ട, അതൊക്കെ നല്ല വൃത്തികേടായി കിട്ടും ചെയ്യും. പിന്നെ ഈവൻ നമ്മൾ വീട്ടിലിടുന്ന പോലും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നമുക്കറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിരിക്കും, സോഫ്റ്റ് കോട്ടൻ്റെ ഒക്കെ ഇടാം. അപ്പോൾ പ്രത്യേകിച്ച് കറ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ കറ പിടിക്കും, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈവൻ വീട്ടിലിടുന്നായ പോലും നല്ല വൃത്തികേടാവും ബൈ യൂസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വൃത്തികേട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബിബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച ബിബാണ്. ഇതൊരു പ്ലാസ്റ്റിക് ബിബാണ്, പ്ലാസ്റ്റിക് ഒരു സിലിക്കോൺ മിക്സ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയുള്ളൊരു ബിബാണ് കേട്ടോ ഇത് സംഗതി എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഇത് നമുക്ക് വേണമെങ്കിൽ ചുരുട്ടി, ഇങ്ങോട്ടല്ല, ഇങ്ങനെ ചുരുട്ടി നമുക്ക് നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എത്രമാത്രം ഫ്ലെക്സിബിളാണെന്ന് മനസ്സിലായില്ലേ. ഇത് പിന്നെ ഇതിൻ്റെ ഒരു കഴുത്ത് ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഓക്കെ ആവുന്ന തരത്തിലുള്ള ഒരു കഴുത്തിൻ്റെ മെഷർമെൻറ്റാണ് വന്നത്. കാരണം ഈവൻ എനിക്ക് പോലും ഇത് കറക്റ്റ് ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ പാകമാണ്, കണ്ടില്ലേ. അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുഡ് ക്യാച്ചർ പോക്കറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ ഫുഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ചില ബിബിനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വളരെ പ്ലെയിൻ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഫുഡ് നമ്മൾ അവർ കൊടുക്കുന്നത് വായിൽ നിന്ന് പോകുന്നതൊക്കെ താഴെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ പർപ്പസ് നടക്കുന്നില്ല. അപ്പോൾ ഇതിനൊരു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പോക്കറ്റാണുള്ളത്. അതുകൊണ്ട് ഇതുപോലെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോണതൊക്കെ ഇതിൽ പിടിച്ചോളും. ഈവൻ വെള്ളം കൊടുക്കുമ്പോൾ പോലും എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതിൽ പിടിച്ചോളും. അപ്പോൾ അത് ഒരു നല്ലൊരു സംഗതിയാണ്. പിന്നെ ഇതിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെറുതാക്കി അത് വലുതാവുക ചെയ്ത് ഇങ്ങനെ കണ്ടോ, ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ച ബിബാണ്. പക്ഷേ ഇതുപോലെ ബിബ് പല തരത്തിൽ വരുന്നുണ്ട്. ഫുള്ളി ക്ലോത്ത് കൊണ്ടുള്ളത് വരുന്നുണ്ട്, ഫുള്ളി ക്ലോത്താണ് അത് വരുന്നത്. പക്ഷേ അത് നമുക്കറിയാമല്ലോ, ഫുള്ളി ക്ലോത്ത് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ അഴുക്കൊക്കെ പെട്ടെന്ന് പിടിക്കും. നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ അത് ഉണങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നനവ് തട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിലേക്കും പിന്നീട് അവരുടെ നെഞ്ചത്തേക്കും ആ ഒരു നനവ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ക്ലോത്ത് അത്ര നമുക്ക് പ്രിഫർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്ലോത്തും അടിയിൽ ഒരു സിലിക്കോണിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുള്ളത് അങ്ങനത്തെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ സിലിക്കോണിൻ്റെ ഉപയോഗിക്കാം. സിലിക്കോണിൻ്റെ വളരെ നല്ലതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് എല്ലാ നേരം ഫുഡ് കൊടുക്കുമ്പോൾ ഇത് വേണമല്ലോ, കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ട് എന്തായാലും വേണമല്ലോ. പിന്നെ കുഞ്ഞുകുട്ടികളുടെ കാര്യം അറിയാമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കും, അപ്പോഴൊക്കെ ഈ സംഗതി വേണ്ടി വരും. ആ സമയത്ത് നമ്മളൊരു ക്ലോത്ത് ടൈപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് കഴുകിയിട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത തവണ ഉപയോഗിക്കാൻ കിട്ടാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ബേബി വൈപ്പ് തന്നെ എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുമ്മാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് ഇങ്ങനെ വെച്ച് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ഇത് നീറ്റായി ക്ലീനായി, നമ്മുടെ കാര്യം ഈസിയായി. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ വാങ്ങിച്ചത്
ഏതാണെന്ന്, ഞാനിത് 169 എന്തോ മറ്റോ വാങ്ങിച്ചത്. ഇത് ഏതാണെന്ന് ഞാൻ താഴെ കാണിക്കാം. പക്ഷെ ഞാൻ പറയാം ഇത് വാങ്ങണ്ടെന്നാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു കുഴപ്പമായിട്ട് എനിക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണി ഉണ്ടല്ലോ, ആദ്യത്തിലൊന്നും കുഴപ്പമുണ്ടായില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് ഇട്ട് കൊടുക്കുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള സംഗതിയൊന്നും ആവില്ല. ചില പിള്ളേരത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ആൾക്ക് ഇതൊരു എന്തായാലും ഒരു സാധനം സെപ്പറേറ്റ് കിട്ടുമ്പോൾ അവർക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ ആൾക്കുണ്ടായിരുന്നു. പിന്നെ ഇത് എങ്ങനെ തുറക്കാം എന്നുള്ള വഴി കണ്ടുപിടിച്ച് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഇത് ഇടുമ്പോഴേക്കും ഇതും ഇങ്ങോട്ട് പിടിച്ച്, ഇത് എനിക്ക് പോലും കിട്ടില്ല, അവൾക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ഇതിങ്ങനെ പിടിച്ച് വലിക്കും, സാധനം തുറക്കും, സാധനം പോവും, അങ്ങനെയായ അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഗതി അവർക്ക് ഭയങ്കര ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിപ്പോയി. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ നല്ല എന്താ പറയുക ബട്ടൺസ് പോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ എൻ്റെ ലിങ്ക് കൂടെ കളക്ട് ചെയ്തിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഈ ബിബായാലും ഈ ഫ്രൂട്ട് നിബ്ലർ ആയാലും അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. നമ്മൾ ഇതിൽ ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ പണി കുറഞ്ഞ് കിട്ടും. നമുക്കറിയാലോ, ബിബ് ഉപയോഗിക്കാണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡ്രസ്സ് മാറ്റിക്കൊണ്ടേയിരിക്കും. അത് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവരെ ഫീഡ് ചെയ്യാനും ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ അവർക്ക് കൊടുക്കാനും ഒക്കെ അവർക്ക് നല്ലൊരു സംഗതിയാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ രണ്ടും തന്നെ വാങ്ങിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു റിവ്യൂ വീഡിയോ എന്ന് പറയാം. അപ്പോൾ നിങ്ങളിത് വാച്ച് ചെയ്തതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.